അരുണാചൽ പ്രദേശിൽ മരിച്ച മലയാളികൾ ബ്ലാക്ക് മാജിക് കെണിയിൽപ്പെട്ടതിന്റെ കൂടുതൽ തെളിവുകൾ പോലീസിന്. നവീന്റെ കാറിൽ നിന്ന് പ്രത്യേക കല്ലുകളും ചിത്രങ്ങളും കണ്ടെത്തി. അരുണാചലിലേക്കുള്ള യാത്രാ ചെലവിന് വേണ്ടി ആര്യയുടെ ആഭരണം വിറ്റുവെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കേസ് അന്വേഷിക്കുന്ന പ്രത്യേക സംഘം ഇന്ന് യോഗം ചേരും. ടി വി പ്രസാദ് വിശദാംശങ്ങളുമായി. ടി വി പ്രസാദ്, എന്തൊക്കെ തെളിവുകളാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്? ഇന്ന് യോഗം ചേരുമ്പോൾ അതൊക്കെ എങ്ങനെയാണ് സമാഹരിച്ച് അവലോകനം ചെയ്യുക? ഇതിന് എത്ര കണ്ട് ഒരുപക്ഷെ മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഈ ഒരു എന്താ പറയുക മറ്റ് ഇതിൽ ജീവിക്കുന്ന ജീവികൾ സംബന്ധിച്ച് എത്ര കണ്ട ആളുകൾക്ക് തെറ്റായ അവബോധമുണ്ട്, അവിടേക്ക് പോകാൻ കഴിയുമെന്ന് ഇവരെങ്ങനെയാണ് വിശ്വസിച്ചത്? നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ അന്യഗ്രഹ ജീവിതത്തിൻ്റെ സാധ്യതകളെക്കുറിച്ചായിരുന്നു ഈ നവീൻ അതുപോലെ ആര്യ ദേവി എന്നിവർ തമ്മിൽ സംസാരിച്ചിരുന്നതും അതുപോലെ തന്നെ ഒടുവിൽ മരണത്തിലേക്ക് പോയതും. അത് സംബന്ധിച്ച് പോലീസ് അന്വേഷിക്കുന്ന സമയത്താണ് ഒരുപാട് ദുരൂഹതകൾ, അതായത് അന്ധവിശ്വാസത്തിൽ എത്രത്തോളം ഒരു മനുഷ്യന് പോകാൻ പറ്റും അത്രത്തോളം പോയതിൻ്റെയും ഒടുവിൽ മരണത്തിന് കീഴടങ്ങിയതിൻ്റെയും കൂടുതൽ വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. നവീൻ്റെ കാർ വിശദമായി പോലീസ് പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. നവീൻ്റെ കാറിൽ നിന്നാണ് പ്രത്യേക തരത്തിലുള്ള കല്ലുകളും അന്യഗ്രഹ ജീവികളുടേതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും കണ്ടെത്തിയിട്ടുള്ളത്. ഇത് തന്നെയായിരുന്നു നേരത്തെ ആര്യയുടെ മെയിലിൽ നിന്ന് കിട്ടിയ വിവരങ്ങളിലുള്ളത്. സമാനമായ ചിത്രങ്ങളും അതുപോലെ കല്ലുകളെക്കുറിച്ചുമൊക്കെ അതിലും പരാമർശമുണ്ടായിരുന്നു. ഇവർ അന്ധവിശ്വാസത്തിൻ്റെ അങ്ങേ തലയ്ക്കൽ എത്തിയിട്ടാണ് മരണത്തിന് കീഴടങ്ങിയത് എന്ന കാര്യം ഏതാണ്ട് പോലീസ് സ്ഥിരീകരിക്കുകയാണ്. മാത്രമല്ല ബ്ലാക്ക് മാജിക്കിൻ്റെ സാധ്യത തന്നെയാണ് ഇപ്പോഴും പോലീസ് മുന്നിൽ കാണുന്നത്. നികേഷ്, ഇതിലുള്ളൊരു പ്രശ്നം, അന്വേഷണ സംഘത്തിനെ കുഴക്കുന്ന ഒരു പ്രശ്നം, ഈ നവീൻ്റെയും മറ്റ് 2 പേരുടെയും സ്വാധീനത്തിൽ ആരെങ്കിലും വീണു പോയിട്ടുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഇനിയും കേരളത്തിൽ ആവർത്തിക്കാൻ സാധ്യതയുണ്ടോ എന്ന ഒരു ആശങ്ക പോലീസിനുണ്ട്. അവരെ കണ്ടെത്താനുള്ള, അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ കണ്ടെത്താനുള്ള വലിയ ശ്രമമാണ് നടത്തുന്നത്. നേരത്തെ നികേഷ് സൂചിപ്പിച്ചതുപോലെ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഇന്നിപ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം ചേരുന്നുണ്ട്. പോലീസിനുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി, സാധാരണഗതിയിൽ പോലീസ് കേസ് അന്വേഷിക്കുമ്പോൾ അതിൻ്റെ മുമ്പ് നടന്ന സമാനമായ കുറ്റകൃത്യങ്ങളാണ് സാധാരണഗതിയിൽ അന്വേഷിച്ചു വരുന്നത്. എന്നാൽ ഈ സംഭവത്തിൽ അങ്ങനൊരു എക്സാമ്പിൾ തന്നെ പോലീസിനില്ല എന്നുള്ളതാണ് അത് കുഴക്കുന്നു. മാത്രമല്ല ഡിജിറ്റലായിട്ടുള്ള തെളിവുകൾ പരമാവധി ഒഴിവാക്കിക്കൊണ്ടാണ് ഇവരുടെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോയത് തന്നെ. ഈ 3 പേരല്ലാതെ 4മതൊരാൾക്ക് പോലീസിന് ഇൻഫർമേഷൻ കൊടുക്കാനുള്ള ഒരാൾ, അത് ആരാണെന്ന് കണ്ടെത്താനും ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇവരുടെ സുഹൃത്തുക്കളെ വിശദമായി ചോദ്യം ചെയ്യും, കോൾ ഡീറ്റെയിൽസ് പരിശോധിക്കും. ഫോൺ, ലാപ്ടോപ്പ് എന്നിവ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചത് അരുണാചൽ പ്രദേശാണ്. അവിടെ നിന്നുള്ള പോലീസിൻ്റെ വിവരങ്ങൾ കിട്ടേണ്ടതുണ്ട്. അതുകൂടി കിട്ടിയാൽ മാത്രമേ ഇവരുടെ കെണിയിൽ ആരെങ്കിലും അകപ്പെട്ടിട്ടുണ്ടോ, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന ചിത്രത്തിലേക്ക് എത്താൻ പറ്റൂ. ഏതായാലും ഓരോ ദിവസം കഴിയും തോറും ഇതിലെ ദുരൂഹതയേറുകയാണ്. അന്ധവിശ്വാസം എത്രത്തോളം ഇവരെ കീഴടക്കി എന്നതിൻ്റെ പല തലങ്ങളിലേക്കും ഈ കേസിൻ്റെ അന്വേഷണം പോവുകയാണ്. പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്.